2026 ജൂലൈ 27 സിറാജ് എഡിറ്റോറിയൽ. ഡോക്ടർ റാമിൻ്റെ അറസ്റ്റും കോടതി ഇടപെടലും. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഡോക്ടർ MK റാമിൻ്റെ അറസ്റ്റ് നടപടികളിൽ വീഴ്ച വരുത്തി ജാമ്യത്തിന് വഴിയൊരുക്കിയ പോലീസ് നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശമാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ആഭ്യന്തര വകുപ്പിനോട് വല്ല വൈരാഗ്യവുമുണ്ടോ? ആഭ്യന്തര വകുപ്പ് ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഘട്ടത്തിൽ അതിൻ്റെ ശോഭ കെടുത്താനാണോ ഇങ്ങനെ ചെയ്തത്? പോലീസ് വിചാരിച്ചാൽ ആരെയും ഉപദ്രവിക്കാമെന്ന ചിന്ത വേണ്ട എന്നിങ്ങനെയുള്ള പരാമർശങ്ങളിലൂടെ DYSP സുധീർ കല്ലനോടിനെ കോടതി നിറുത്തിപ്പൊരിച്ചു. അത്യപൂർവമാണ് കോടതിയുടെ ഇത്തരമൊരു ഇടപെടൽ. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രവർത്തനത്തെക്കുറിച്ച് മുമ്പൊന്നും ഇത്ര കടുത്ത ഭാഷയിൽ കോടതി വിമർശിച്ചിട്ടില്ല. കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട അധ്യായമായി മാറിയിരിക്കുകയാണ് ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്ത രീതി. സമൂഹത്തെ നടുക്കിയ സംഭവമായിരുന്നു നിതിൻ രാജിന്റെ ആത്മഹത്യ. തിരുവനന്തപുരം ഉഴമലക്കൽ സ്വദേശിയായ നിതിൻ ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് ചാടി മരിക്കുകയായിരുന്നു. ജാതിയുടെയും നിറത്തിൻ്റെയും പേരിലുള്ള അധ്യാപക അധിക്ഷേപമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് ആരോപിക്കപ്പെടുന്നത്. ഇതടിസ്ഥാനത്തിലാണ് ആത്മഹത്യാ പ്രേരണയും ജാതി അധിക്ഷേപ നിരോധ നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തി ഡോക്ടർ റാമിനെതിരെ കേസെടുത്തത്. മാത്രമല്ല, ഹൈക്കോടതിയും സുപ്രീം കോടതിയും പ്രതിക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അറസ്റ്റ് വേളയിൽ പാലിക്കേണ്ട നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനാൽ പ്രതിക്ക് അന്നുതന്നെ സുഗമമായി പുറത്തിറങ്ങാനായി. ഒരു കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റിനുള്ള കാരണം രേഖാമൂലം കൈമാറണമെന്നത് സുപ്രീം കോടതി നിർദ്ദേശമാണ്. DK ബസു കേസ്, അർണേഷ് കുമാർ കേസ് തുടങ്ങി പല വിധികളിലും പരമോന്നത കോടതി ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സാങ്കേതിക നടപടിയല്ല ഇത്. ഭരണഘടനാ അനുച്ഛേദം 22 ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്. വർഷങ്ങളായി സർവീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് ഈ പ്രാഥമിക നിയമം അറിയാതിരിക്കാൻ സാധ്യതയില്ല. ഈ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് കോടതി അറസ്റ്റ് തടഞ്ഞത്. പോലീസിന്റെ ഈ വീഴ്ച പ്രതിക്ക് പെട്ടെന്ന് പുറത്തിറങ്ങാനുള്ള സഹായ ഹസ്തമാണോ എന്ന് കോടതി സന്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഒരു പ്രതിയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. പ്രതി രക്ഷപ്പെടണോ എന്ന് തീരുമാനിക്കുന്നത് കോടതികളാണ്. പോലീസ് അനാവശ്യ ഇടപെടലുകൾ നടത്തരുത്. നിങ്ങളുടെ ജോലി സത്യസന്ധമായി ചെയ്യുക എന്നാണ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ DYSP സുധീറിനോട് പറഞ്ഞത്. കോടതിയുടെ കടുത്ത നിലപാടിനെ തുടർന്ന് സർക്കാരിന് അന്വേഷണ സംഘത്തെ മാറ്റേണ്ടി വന്നു. കണ്ണൂർ SP-യെയും DYSP-യെയും ചുമതലയിൽ നിന്ന് ഒഴിവാക്കി. മലപ്പുറം ക്രൈംബ്രാഞ്ച് സംഘത്തിന് ചുമതല നൽകിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. പുതിയ അന്വേഷണ സംഘം സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നതോടെയാണ് 3 മാസത്തോളം ഒളിവിലായിരുന്ന പ്രതിക്ക് കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങേണ്ടി വന്നതും 14 ദിവസത്തേക്ക് റിമാൻഡിലായതും. അതേസമയം അന്വേഷണ സംഘത്തെ മാറ്റുന്നതിൽ മാത്രം ഒതുങ്ങരുത് ഇക്കാര്യത്തിൽ സർക്കാർ നടപടി. അറസ്റ്റിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ സ്വതന്ത്രവും സമയബന്ധിതവുമായ അന്വേഷണം നടത്തണം. ബോധപൂർവമായ നിയമലംഘനം തെളിഞ്ഞാൽ ശക്തമായ നടപടി സ്വീകരിക്കുകയും വേണം. ഇല്ലെങ്കിൽ ഭാവിയിൽ ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കപ്പെടും. ജനാധിപത്യ സംവിധാനത്തിൽ നിയമവാഴ്ചയുടെ സംരക്ഷകരായി പ്രവർത്തിക്കേണ്ട പോലീസും ഭരണകൂടവും അധികാര ദുർവിനിയോഗത്തിലൂടെ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ റാമിൻ്റെ അറസ്റ്റ് വിഷയത്തിൽ കോടതിക്ക് രൂക്ഷമായി പ്രതികരിക്കേണ്ടി വന്നത്. ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കും പോലീസിൻ്റെ പക്ഷപാതപരമായ പ്രവർത്തനങ്ങൾക്കുമെതിരെയുള്ള ശക്തമായ താക്കീതാണിത്. പോലീസ് സംവിധാനത്തിൻ്റെ പ്രവർത്തന രീതിയിൽ വ്യക്തമായ മാനദണ്ഡങ്ങളും നിയന്ത്രണവും അനിവാര്യമാണെന്ന വസ്തുതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. നിയമത്തിനു മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന ഭരണഘടനാ തത്വം രാജ്യത്തെ നീതിവ്യവസ്ഥയുടെ അടിസ്ഥാന ശിലയാണെന്ന് പറയാറുണ്ടെങ്കിലും പോലീസിലും ഭരണതലത്തിലും പാവപ്പെട്ടവർക്കും പണക്കാർക്കും സ്വാധീനമുള്ളവനും ഇല്ലാത്തവനും 2 നീതി എന്ന പരാതി വ്യാപകമാണ്. ഇതിനെ സാധൂകരിക്കുന്നതാണ് ഡോക്ടർ റാമിൻ്റെ അറസ്റ്റിലെ കളികൾ. സുപ്രീം
കോടതി ജാമ്യം നിഷേധിച്ച ഒരു പ്രതിക്ക് അന്വേഷണോദ്യോഗസ്ഥരുടെ വീഴ്ച കാരണം അറസ്റ്റിന് തൊട്ടു പിന്നാലെ തന്നെ മോചനം ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചത് യാദൃച്ഛികമായി വിലയിരുത്താനാകില്ല. നിയമവാഴ്ചയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന നടപടിയാണിത്. നിയമം നടപ്പാക്കേണ്ടവർ തന്നെ നിയമത്തെ ദുർബലമാക്കുമ്പോൾ സാധാരണ പൗരൻ ആരിൽ വിശ്വാസമർപ്പിക്കുമെന്ന കോടതിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. പോലീസ് സേന വിശ്വാസ്യത വീണ്ടെടുക്കണമെങ്കിൽ പാവപ്പെട്ടവനും പണക്കാരനും സ്വാധീനമുള്ളവനും ഇല്ലാത്തവനുമെന്ന വേർതിരിവില്ലാതെ നിയമത്തെ മാനിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധമാകേണ്ടതുണ്ട്.